6 വയസ്സുള്ള ഒരാൺകുട്ടി അവൻ്റെ 4 വയസ്സുകാരി കുഞ്ഞനിയത്തിക്കൊപ്പം കടൽ തീരത്ത് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ തൻ്റെ ഒപ്പം നടന്നിരുന്ന അനിയത്തിയെ കൂടെയില്ലെന്ന് അവൻ മനസ്സിലാക്കി. ഉടൻ തന്നെ അവൻ തിരിഞ്ഞു നോക്കി. റോഡരികിൽ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടയുടെ മുമ്പിൽ എന്തോ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അവൻ ഓടിച്ചെന്ന് തൻ്റെ അനിയത്തിയുടെ അടുത്തെത്തിയിട്ട് ചോദിച്ചു, "നീ എന്താണ് ഇവിടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്?" വിരൽ ചൂട്ടിക്കൊണ്ട് മനോഹരമായ ഒരു ടെഡി ബിയർ കാണിച്ചു കൊടുത്തു. "മോൾക്കിത് വേണോ?" "ആ, എനിക്കത് വേണം." അവൻ അവളെയും കൂട്ടി കടയ്ക്കകത്തേക്ക് കയറി. എന്നിട്ട് നേരെ നടന്നു ചെന്ന് ആ പാവക്കുട്ടിയെ എടുത്ത് അനിയത്തിയുടെ കയ്യിൽ കൊടുത്തു. അവളുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. ഇതെല്ലാം നോക്കിക്കൊണ്ട് പ്രായം ചെന്ന ഒരാൾ ക്യാഷ് കൗണ്ടറിൽ ഇരിപ്പുണ്ടായിരുന്നു. അവൻ ആ പാവയും എടുത്ത് അനിയത്തിയും കൂട്ടി ക്യാഷ് കൗണ്ടറിലെത്തി. "അങ്കിൾ, ഈ ടെഡി ബിയറിന് എന്താണ് വില?" ഏറെ സ്നേഹത്തോടെ ആ കടയുടമ പറഞ്ഞു. "മോൻ്റെ കയ്യിൽ എന്തുണ്ട്?" കുട്ടി കയ്യിലിരുന്ന ഒരു കുഞ്ഞു ബാസ്ക്കറ്റ് മേശപ്പുറത്ത് വെച്ചു. അതിലിരുവരും ചേർന്ന് കടപ്പുറത്തു നിന്നും ശേഖരിച്ച കക്കയുടെ തോടുകളും കുഞ്ഞു ശംഖുകളുമായിരുന്നു. അവനത് കടയുടമയ്ക്ക് കൊടുത്തു. അയാളത് ശ്രദ്ധയോടെ എണ്ണി തിട്ടപ്പെടുത്തി. എന്നിട്ട് അതിൽ നിന്നും 4 മാത്രം എടുത്ത് ക്യാഷ് കൗണ്ടറിലിട്ടു. ബാക്കിയെല്ലാം കുട്ടികൾക്ക് കൊടുത്തു. അവർ അത് വാങ്ങി ബാസ്ക്കറ്റിലിട്ട് സന്തോഷവതിയായ പെങ്ങളെയും കൂട്ടി യാത്രയായി. കുട്ടികൾ പോയി കഴിഞ്ഞപ്പോൾ കടയിലെ ജോലിക്കാരൻ അത്ഭുതത്തോടെ കടയുടമയോട് ചോദിച്ചു, "ഒരു വിലയുമില്ലാത്ത കക്കത്തോടുകൾക്ക് പകരം അങ്ങ് എന്തിനാണ് ആ വില കൂടിയ പാവക്കുട്ടി നൽകിയത്?" വൃദ്ധനായ ആ കടയുടമ ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, "കുഞ്ഞു പ്രായത്തിൽ പണത്തിൻ്റെ മൂല്യമൊന്നും അവർക്കറിയില്ല. വലുതാകുമ്പോൾ അവനത് മനസ്സിലാകും. തൻ്റെ ബാല്യത്തിൽ ഒരു വിലയുമില്ലാത്ത കക്കത്തോടുകൾ കൊണ്ട് തൻ്റെ അനിയത്തിക്ക് പാവക്കുട്ടി വാങ്ങിക്കൊടുത്തത് അവൻ ഓർക്കും. അപ്പോൾ അവൻ തീർച്ചയായും എന്നെയും ഓർക്കും. ഈ ലോകത്തിൽ നന്മയുള്ള ചിലതെങ്കിലും അവശേഷിക്കുന്നു എന്ന തിരിച്ചറിവ് അവനിലുണ്ടാകും. അവനിൽ ആ നന്മയുടെ ഊർജം നൽകും. തനിക്ക് നല്ലൊരു മനുഷ്യനാകണമെന്ന നിശ്ചയവും അവനുണ്ടാകും."